വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 27 32 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. അവർ പോകുന്ന വഴി ശിമയോൻ എന്ന ഒരു കിറനേക്കാരനെ കണ്ടുമുട്ടി. യേശുവിന്റെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിലെത്തിയപ്പോൾ അവർ അവന് കയ്പ് കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു. അവൻ അത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. അവനെ കുരിശിൽ തറച്ചതിനു ശേഷം അവർ അവന്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ഭാഗിച്ചെടുത്തു. അനന്തരം അവർ അവിടെ അവന് കാവലിരുന്നു. ഇവൻ യഹൂദരുടെ രാജാവായ യേശുവാണ് എന്ന ആരോപണം അവർ അവന്റെ ശിരസിന് മുകളിൽ എഴുതി വച്ചു. അവനോടുകൂടെ 2 കവർച്ചക്കാരെയും അവൻ കുരിശിൽ തറച്ചു. ഒരുവനെ വലത്തും അപരനെ ഇടത്തും. അതിലെ കടന്നു പോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു, ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് അത് പണിയുന്നവനെ, നിന്നെ തന്നെ രക്ഷിക്കുക. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരിക. അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരോടും പ്രമാണികളോടുമൊത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല. ഇവൻ ഇസ്രായേലിന്റെ രാജാവാണല്ലോ. കുരിശിൽ നിന്നിറങ്ങി വരട്ടെ, ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം. ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു, വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ. ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത്. അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു. കുരിശിലെ ആത്മബലിക്കായി തയ്യാറാകുന്ന യേശു. പട്ടാളക്കാരും ജനങ്ങളും ഒന്നുചേർന്ന് എത്രമാത്രം യേശുവിനെ അവഹേളിക്കാമോ, എത്രമാത്രം ഒരു വ്യക്തിയെ പരിഹസിക്കാമോ, എത്രമാത്രം മർദ്ദനമുറകൾ അഴിച്ചുവിടാമോ അതെല്ലാം മുറ പോലെ നടത്തിയതിനു ശേഷം ഗാഗുൽത്താ മലമുകളിൽ കുരിശിലേറ്റാൻ യേശുവിനെ കൊണ്ടുപോവുകയാണ്. യേശുവിനെ സംബന്ധിച്ച് അതീവം ക്ലേശകരമായ ഒരു യാത്രയായിരുന്നു അത് എന്ന് പറയേണ്ടതില്ലല്ലോ. സഹിക്കാവുന്നതിലേറെയുള്ള മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ യേശു വളരെയേറെ ക്ഷീണിതനായിരുന്നു. തന്റെ തന്നെ കഴുമരവും ആകുന്ന കുരിശും ചുവളിലേന്തിക്കൊണ്ടാണ് യേശുവിന്റെ ആ പ്രയാണം. ആ സമയത്താണ് ശിമയോൻ എന്ന് പറയുന്ന ഒരു വഴിപോക്കൻ അവിടേക്ക് കടന്നു വരുന്നത്. ആ മനുഷ്യനെ പട്ടാളക്കാർ നിർബന്ധിക്കുന്നു യേശുവിന്റെ കുരിശ് ചുമക്കാൻ സഹായിക്കാൻ. അത് യേശുവിനോടുള്ള അനുകമ്പ കൊണ്ടോ ഒന്നുമല്ല, ജീവനോടുകൂടി അവനെ കുരിശിൽ തറച്ചു കൊല്ലാൻ ഉള്ള അവരുടെ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി കൂടെ ആണ് അവർ അങ്ങനെ നിർബന്ധിച്ചത്. ശിമയോന്റെ സഹായത്തോടുകൂടെ യേശു ഗാഗുൽത്താ മലയുടെ മുകളിലേക്ക് കയറുന്നു. അവിടെ ചെന്ന് കുരിശിൽ യേശുവിനെ തറയ്ക്കുന്നതിന് മുമ്പ് പട്ടാളക്കാർ മുൻകൂട്ടി ഒരുക്കിയിരുന്ന അല്പം മയങ്ങാൻ ഇടവരാവുന്ന ഒരു ദ്രാവകമായിരിക്കാം യേശുവിനെ വെച്ചു നീട്ടുന്നു. പക്ഷേ യേശു അത് കുടിക്കാൻ തയ്യാറായില്ല. ബോധപൂർവം തന്നെ താൻ ആ മരണത്തെ അതിന്റെ എല്ലാ യാതനകളോടും കൂടെ സ്വീകരിക്കാനുള്ള യേശുവിന്റെ തീരുമാനം നടപ്പിലാക്കുകയായിരുന്നു യേശു. അതുകൊണ്ടായിരിക്കണം ആ ദ്രാവകം യേശു കുടിക്കാൻ ഇടവരാതിരുന്നത്. അങ്ങനെ ജീവനോടുകൂടെ തന്നെ അവർ യേശുവിനെ കുറിച്ച് തറയ്ക്കുന്നു. മരണവേദന, ദുസ്സഹമായ വേദന കുരിശിൽ കിടന്നുകൊണ്ട് അനുഭവിക്കുമ്പോൾ കരുതിക്കൂട്ടി തന്നെ ആളുകൾ യേശുവിനെ പരിഹസിക്കുന്നു. നീ ദൈവപുത്രനാണ് എന്നല്ലേ പറഞ്ഞത്, അങ്ങനെയെങ്കിൽ നീ കുരിശിൽ നിന്ന് ഇറങ്ങുക. ഈ തരം വെല്ലുവിളികളാണ് അവർ ഉയർത്തിയത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ദൈവത്തെ ആശ്രയിച്ചു എന്നാണല്ലോ ഇവൻ പറയുന്നത്. ഇവൻ ആശ്രയിച്ച ദൈവം ഇവനെ രക്ഷിക്കാൻ വരട്ടെ. വേറെ ചിലർ പരിഹസിക്കുന്നു, ഇവൻ ഇസ്രായേലിന്റെ രാജാവായിരുന്നു എന്നല്ലേ പറയുന്നത്. നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. ഇങ്ങനെ പരിഹാസത്തിന്റെ കൂരമ്പുകൾ തൊടുത്തുവിടുകയാണ് പട്ടാളക്കാരും ജനപ്രതിനിധികളും പുരോഹിതന്മാരും പുരോഹിത ശ്രേഷ്ഠന്മാരും സാധാരണ ജനങ്ങളുമെല്ലാം.
യേശുവിന്റെ വലത്തുവശത്തും ഇടത്തുവശത്തും കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന തസ്കരന്മാരും യേശുവിനെ പരിഹസിക്കാൻ കൂട്ടുകൂടി എന്ന് പറയുന്നു. പക്ഷേ വലത്തുവശത്തുള്ള മനുഷ്യനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ഇവൻ നമ്മെപ്പോലെയുള്ള ഒരു തസ്കരനല്ല എന്ന്. യേശു യഥാർത്ഥത്തിൽ ബോധപൂർവം മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി, ആ ആത്മബലിക്ക് വേണ്ടി തയ്യാറായി മരണവേദന അനുഭവിച്ചുകൊണ്ട് കുരിശിൽ കിടക്കുന്ന രംഗം